ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും M4 ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ 14ാമത്തെ ചാപ്റ്ററായ ഫോർ ദ കണ്ടിന്യൂറ്റി ഓഫ് ജനറേഷൻസ് അഥവാ തലമുറകളുടെ തുടർച്ചയ്ക്കായി അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ പ്ലാന്റ്സിലും ആനിമൽസിലും റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പല ഓർഗാനിസത്തിലും പല രീതിയിലാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ബാക്ടീരിയയിൽ ബൈനറി ഫിഷനിലൂടെയാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നതെങ്കിൽ ഫംഗസിൽ സ്പോർ ഫോർമേഷനിലൂടെയാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഹൈഡ്രയിലാകട്ടെ ബഡ്ഡിംഗ് എന്ന പ്രോസസ്സിലൂടെയാണ് പുതിയ ഓർഗാനിസം ജനിക്കുന്നത്. എന്താണ് ബൈനറി ഫിഷൻ? നമുക്കറിയാം, ബാക്ടീരിയ ഒരു സിംഗിൾ സെൽഡ് ഓർഗാനിസമാണ്. ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് വരുന്ന സമയത്ത് ഈ സിംഗിൾ സെല്ല് ഡിവൈഡ് ചെയ്ത് 2 പുതിയ സെൽസ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഒരു ബാക്ടീരിയ ഡിവൈഡ് ചെയ്ത് 2 പുതിയ ബാക്ടീരിയാസ് ആയിട്ട് മാറുന്നു. ഇതാണ് ബൈനറി ഫിഷൻ. ഇനി ഫംഗസിൽ സ്പോർ ഫോർമേഷനിലൂടെയാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഈ സ്പോർസ് എന്ന് പറഞ്ഞാൽ ഒരു പൊടി പോലത്തെ സാധനമാണ്. ഈ സ്പോർസിന് അൺഫേവറബിൾ കണ്ടീഷൻസിലും സർവൈവ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഫേവറബിൾ കണ്ടീഷൻസ് വരുന്ന സമയത്ത് ഈ സ്പോർസ് പുതിയ ഓർഗാനിസമായിട്ട് ഡെവലപ്പ് ആകുന്നു. ഇതൊരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡാണ്. ഓക്കെ, സോ ഫംഗസിൽ സ്പോർ ഫോർമേഷനിലൂടെയാണ് പുതിയ ഓർഗാനിസം ജനിക്കുന്നത്. ഹൈഡ്രയിൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന മെത്തേഡാണ് ബഡ്ഡിംഗ്. എന്താണ് ബഡ്ഡിംഗ്? ബഡ്സ് ആർ ഫോംഡ് ഇൻ പാരന്റ് ബോഡി. അതായത് പാരന്റിന്റെ ബോഡിയിൽ ചെറുതായിട്ടുണ്ടാകുന്ന ഒരു ഗ്രോത്ത് ആണ് എന്ത് ബഡ് എന്ന് പറയുന്നത്. When it grows, it separates itself from the parent body and develops into a new organisms. ഈ ബഡ് വലുതായി അത് പാരന്റ് ഓർഗാനിസത്തിൽ നിന്നും സെപ്പറേറ്റ് ആയി പുതിയൊരു ഓർഗാനിസമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സാണ് ബഡ്ഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ചിത്രത്തിൽ നമുക്ക് കാണാം, വലുതായി കാണുന്നതാണ് പാരന്റ് ഓർഗാനിസം, അതിൽ ചെറുതായിട്ട് മുളച്ചു വരുന്നതാണ് ബഡ്. അത് പിന്നീട് പുതിയൊരു ഓർഗാനിസമായിട്ട് ഡെവലപ്പ് ആവുന്നു. ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ റീപ്രൊഡക്ഷന് മുന്നേയായി നടക്കുന്ന പ്രോസസ്സാണ് പോളിനേഷൻ. പോളിനേഷൻ ഈസ് എൻ എക്സാമ്പിൾ ഫോർ മ്യൂച്വാലിസം ബിറ്റ്വീൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. മ്യൂച്വാലിസം എന്താണെന്ന് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? 2 ജീവികൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആണ് മ്യൂച്വാലിസം. അതിൽ 2 ജീവികൾക്കും ബെനിഫിറ്റ് ആണ് ഉണ്ടാകുന്നത്. പോളിനേഷൻ അഥവാ പരാഗണം എന്ന് പറയുന്നത് മ്യൂച്വാലിസത്തിന് ഒരു എക്സാമ്പിളാണ്. More than 2 lakhs of animals help in pollination. Majority of them are insects. പോളിനേഷനെ സഹായിക്കുന്ന മെജോറിറ്റി ആനിമൽസും എന്താണ്? ഇൻസെക്ട്സ് ആയിരിക്കും. പൂക്കളുടെ മണവും അതേപോലെ വ്യത്യസ്തമായ നിറങ്ങളുമൊക്കെയാണ് ഈ ഇൻസെക്ട്സിനെ അട്രാക്റ്റ് ചെയ്യുന്നത്. ബിസൈഡ്സ് ലിവിങ് തിങ്സ്, certain plants depend on wind and water for pollination. സോ പോളിനേഷന് എപ്പോഴും ആനിമൽസ് മാത്രമല്ല ഹെൽപ്പ് ചെയ്യുന്നത്, വിൻഡും അതേപോലെ വാട്ടറും ഒക്കെ പോളിനേഷന് സഹായിക്കുന്ന ഫാക്ടേഴ്സാണ്. ദ ഷേപ്പ് ആൻഡ് നേച്ചർ ഓഫ് ഫ്ലവേഴ്സ് ഡിഫർ അക്കോർഡിംഗ് ടു ദ പോളിനേറ്റർ. പോളിനേറ്റർ എന്താണ് അല്ലെങ്കിൽ ആരുടെ സഹായത്തോടെയാണ് ഒരു ഫ്ലവറിൽ പോളിനേഷൻ നടക്കുന്നത്, അതനുസരിച്ച് ആ ഫ്ലവറിൻ്റെ ഷേപ്പിലും അതേപോലെ നേച്ചറിലും ഒക്കെ വ്യത്യാസമുണ്ടായിരിക്കും. മോസ്റ്റ് പ്ലാന്റ്സ് ഹാവ് മോർ ദാൻ 1 പോളിനേറ്റർ. എല്ലാ പ്ലാന്റ്സിനും ഒരു പോളിനേറ്റർ ആയിരിക്കില്ല, കൂടുതൽ പോളിനേറ്റേഴ്സ് ഒരു പ്ലാന്റിന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബട്ട് സർട്ടൻ പ്ലാന്റ്സ് ഡിപ്പെൻഡ് ഓൺ പർട്ടിക്കുലർ ഓർഗാനിസം ഫോർ പോളിനേഷൻ. എന്നാൽ ചില പ്ലാന്റ്സിലാകട്ടെ ഒരു പർട്ടിക്കുലർ ഓർഗാനിസം ഉണ്ടെങ്കിൽ മാത്രമാണ് പോളിനേഷൻ സംഭവിക്കുന്നത്. ദ എക്സ്റ്റിങ്ഷൻ ഓഫ് ദീസ് ഓർഗാനിസംസ് അഡ്വേഴ്സ്ലി അഫക്ട് ദ വെരി എക്സിസ്റ്റൻസ് ഓഫ് സച്ച് പ്ലാന്റ്സ് ആസ് വെൽ. അതായത് ചില പ്ലാന്റ്സിൽ പോളിനേഷൻ നടക്കണമെങ്കിൽ പർട്ടിക്കുലർ ഓർഗാനിസം തന്നെ ആവശ്യമായിരിക്കും. അപ്പോൾ ആ ഓർഗാനിസത്തിന് വംശനാശം സംഭവിച്ചാൽ ഈ പ്ലാന്റിനും എന്ത് സംഭവിക്കും? വംശനാശം സംഭവിക്കും. മനസ്സിലായല്ലോ? ഒരു ഫ്ലവറിൽ 2 റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ഉള്ളത്. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായ സ്റ്റെയ്മനും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായ പിസ്റ്റിലും. ഈ കാണുന്നതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ഇതിൽ ഒരു ആന്തറും ഉണ്ട്, അതേപോലെ നീണ്ട ഒരു ഫിലമെൻറ്റും ഉണ്ട്. ഈ ആന്തറിലാണ് പോളൻ ഗ്രെയിൻസ് കാണപ്പെടുന്നത്. പോളൻ ഗ്രെയിൻസ് മെയിൽ ഗ്യാമീറ്റ്സ് അഥവാ ഓവമായിട്ട് മാറുന്നു. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായ പിസ്റ്റിലിൽ സ്റ്റിഗ്മയുണ്ട്, അതേപോലെ നീണ്ട ഒരു സ്റ്റൈലുണ്ട്, പിന്നീട് ഒരു ഓവറിയുമുണ്ട്. ഓവറിയുടെ ഉള്ളിലായിട്ടാണ് ഓവ്യൂൾസ് ഫോം ചെയ്യുന്നത്. ഇത് പിന്നീട് ഫീമെയിൽ ഗ്യാമീറ്റ്സ് ഉണ്ടാക്കുന്നു, അഥവാ അതിനെ അണ്ടം അല്ലെങ്കിൽ എഗ് എന്ന് പറയുന്നു.
ഈ മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും കൂടി പിന്നീട് ഫ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ഇങ്ങനെയാണ് ഫ്ലവറിൽ റീപ്രൊഡക്ഷൻ സംഭവിക്കുന്നത്. ഇവിടെ പോളിനേഷന് മുൻപും അതേപോലെ പോളിനേഷൻ നടന്നതിന് ശേഷവുമുള്ള പോളൻ ഗ്രെയിനിൻ്റെ മാറ്റമാണ് കാണിച്ചിട്ടുള്ളത്. പോളിനേഷൻ ഇസ് എ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ടു ദ സ്റ്റിഗ്മ ഓഫ് ദ ഫ്ലവർ. അതായത് പോളൻ ഗ്രെയിൻസിനെ സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് പോളിനേഷൻ എന്ന് പറയുന്നത്. സോ ബിഫോർ പോളിനേഷൻ ഒരു പോളൻ ഗ്രെയിൻ ഇങ്ങനെയായിരിക്കും ഉണ്ടാകുക. അതിലൊരു ട്യൂബ് ന്യൂക്ലിയസ് ഉണ്ട്, അതേപോലെ ഒരു ജനറേറ്റീവ് ന്യൂക്ലിയസും ഉണ്ടായിരിക്കും. എന്നാൽ പോളിനേഷൻ നടന്നതിന് ശേഷം, അതായത് പോളൻ ഗ്രെയിൻസ് ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിൽ എത്തിയതിന് ശേഷം എന്ത് സംഭവിക്കും? ഒരു പോളൻ ട്യൂബ് വളരാനായിട്ട് തുടങ്ങും. ഓക്കെ, സോ ഇതാണ് മേജർ ആയിട്ടുള്ള ഒരു മാറ്റം. ഇനി ഫ്ലവറിൽ ഫെർട്ടിലൈസേഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു, പോളിനേഷൻ എന്ന് പറയുന്നത് പോളൻ ഗ്രെയിൻ ഒരു ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലെത്തുന്ന പ്രോസസ്സാണ്. സോ പോളൻ ഗ്രെയിനിന് 2 ന്യൂക്ലിയസ് ഉണ്ട്, ഒന്ന് ജനറേറ്റീവ് ന്യൂക്ലിയസ്, രണ്ടാമത്തേത് ട്യൂബ് ന്യൂക്ലിയസ്. പോളിനേഷൻ നടന്നു കഴിയുമ്പോൾ ഈ പോളൻ ഗ്രെയിനിൽ പോളൻ ട്യൂബ് വളരാനായിട്ട് തുടങ്ങും. ഈ പോളൻ ട്യൂബ് ഓവറിയുടെ ഭാഗത്തേക്കാണ് വളരുന്നത്. ഇനി പോളിനേഷൻ നടന്നു കഴിയുമ്പോൾ പോളൻ ട്യൂബ് വളരുന്നതിനോടൊപ്പം തന്നെ ഈ പോളൻ ഗ്രെയിനിലുള്ള 2 ന്യൂക്ലിയസിലെ ട്യൂബ് ന്യൂക്ലിയസും ജനറേറ്റീവ് ന്യൂക്ലിയസും ഇത് പോളൻ ട്യൂബിലൂടെ താഴേക്ക് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇതിൽ ട്യൂബ് ന്യൂക്ലിയസ് ഡിസൻറ്റിഗ്രേറ്റ് ചെയ്ത് പോകും. എന്നാൽ ജനറേറ്റീവ് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് 2 മെയിൽ ഗ്യാമേറ്റ്സ് ഫോം ചെയ്യും. ട്യൂബ് ന്യൂക്ലിയസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ട്യൂബ് ന്യൂക്ലിയസ് പൊടിഞ്ഞു പോകുന്നു എന്നാണ്. ജനറേറ്റീവ് ന്യൂക്ലിയസ് 2 മെയിൽ ഗ്യാമേറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ 2 മെയിൽ ഗ്യാമേറ്റ്സും പോളൻ ട്യൂബിലൂടെ ഓവറിയിൽ എത്തുന്നു. ഓവറിയുടെ ഉള്ളിൽ എന്തുണ്ട്? ഓവ്യൂൾ ഉണ്ട്. ഓവ്യൂളിൻ്റെ ഉള്ളിലായിട്ട് പോളാർ ന്യൂക്ലിയയും അതേപോലെ എഗ്ഗുമുണ്ട്. ഓവറിയിൽ എത്തുന്ന 2 മെയിൽ ഗ്യാമേറ്റ്സിൽ ഒരു മെയിൽ ഗ്യാമേറ്റ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്യുന്നു. ഈ സൈഗോട്ട് പിന്നീട് എംബ്രിയോ ആയിട്ട് വളരുന്നു. രണ്ടാമത്തെ മെയിൽ ഗ്യാമേറ്റ് പോളാർ ന്യൂക്ലിയയുമായി ഫ്യൂസ് ചെയ്ത് എൻഡോസ്പേം ആണ് ഫോം ചെയ്യുന്നത്. ഈ എൻഡോസ്പേം പിന്നീട് എംബ്രിയോയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ സ്റ്റോർഡ് ഫുഡായിട്ടാണ് മാറുന്നത്. ഇനി നമുക്ക് ഹ്യൂമൻ ബീയിങ്സിലെ റീപ്രൊഡക്ഷനെ കുറിച്ച് പഠിക്കാം. ഹ്യൂമൻ ബീയിങ്സ് പോലെയുള്ള ഹയർ ഓർഗാനിസത്തിലെല്ലാം സ്പെസിഫിക് ആയിട്ടുള്ള ഓർഗാൻ സിസ്റ്റം റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കാം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ 4 ഓർഗൻസ് ആണുള്ളത്. വാസ് ഡിഫറൻസ്, പോസ്ട്രേറ്റ് ഗ്ലാൻഡ്, പെനിസ്, അതേപോലെ ടെസ്റ്റിസ്. എന്താണ് വാസ് ഡിഫറൻസ്? ഇറ്റ് ഈസ് എ ഡക്ട് ദാറ്റ് ക്യാരീസ് സ്പേംസ് ഫ്രം ദ ടെസ്റ്റിസ് ടു ദ യുറീറ്റർ. ഈ കാണുന്നതാണ് ടെസ്റ്റിസ്. ഇവിടെയാണ് സ്പേംസ് ഫോം ചെയ്യുന്നത്. ഇവിടെ നിന്നും സ്പേംസിനെ യുറീറ്ററിലേക്ക് എത്തിക്കുന്ന ഒരു ഡക്റ്റ് അല്ലെങ്കിൽ ഒരു പൈപ്പാണ് വാസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഓർഗനാണ് പോസ്ട്രേറ്റ് ഗ്ലാൻഡ്. എന്താണ് പോസ്ട്രേറ്റ് ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ? ഇറ്റ് പ്രൊഡ്യൂസസ് സെക്രീഷൻ ദാറ്റ് കണ്ടെയ്ൻസ് എ ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ ദ ന്യൂട്രീഷൻ ആൻഡ് മൂവ്മെന്റ് ഓഫ് ഗ്യാമേറ്റ്സ്. അതായത് വാസ് ഡിഫറൻസിലൂടെ ഇവിടെ എത്തുന്ന സ്പേംസിന് അല്ലെങ്കിൽ ഗ്യാമേറ്റ്സിന് മൂവ് ചെയ്യണം അല്ലേ? ഈ മൂവ്മെൻറ്റിന് സഹായിക്കുന്നത് പോസ്ട്രേറ്റ് ഗ്ലാൻഡിൻ്റെ സെക്രീഷനാണ്. അതേപോലെ ഈ സ്പേംസിന് ന്യൂട്രീഷൻ ആവശ്യമാണ്. അത് പ്രൊവൈഡ് ചെയ്യുന്നതും പോസ്ട്രേറ്റ് ഗ്ലാൻഡിൻ്റെ സെക്രീഷനാണ്. ഈ കാണുന്നതാണ് പോസ്ട്രേറ്റ് ഗ്ലാൻഡ്. ഓക്കെ, ഇനി അടുത്ത ഓർഗനാണ് പെനിസ്. ഈ കാണുന്നതാണ് പെനിസ്. എന്താണ് പെനിസിൻ്റെ ഫംഗ്ഷൻ? ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് സ്പെഷ്യലൈസ്ഡ് മസിൽസ് ആൻഡ് ബ്ലഡ് സ്പേസസ്. യൂറിൻ ആൻഡ് സെമൻ കം ഔട്ട് ത്രൂ ദ ഡക്ട് യുറീറ്റർ ഇൻസൈഡ് ദ പെനിസ്. പെനിസിൻ്റെ ഉള്ളിലായിട്ടുള്ള ഡക്റ്റാണ് യുറീറ്റർ. ഈ യുറീറ്ററിലൂടെയാണ് യൂറിനും അതേപോലെ തന്നെ സെമൻ അല്ലെങ്കിൽ സ്പേമും പുറത്തേക്ക് വരുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു ഡെപ്പോസിറ്റ് സ്പേം ഇൻ ദ വജൈന. വജൈന എന്ന് പറയുന്നത് ഫീമെയിൽസിലുള്ള ഒരു റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ഈ വജൈനയിലേക്ക് സ്പേംസിനെ ഡെപ്പോസിറ്റ് ചെയ്യാൻ സഹായിക്കുന്നതും ഏത് ഓർഗനാണ്? പെനിസ് എന്ന് പറയുന്ന ഓർഗനാണ്. ഇനി ലാസ്റ്റ് ഓർഗനാണ് ടെസ്റ്റിസ്. എന്താണ് ടെസ്റ്റിസ്? ഇറ്റ് ഈസ് സീൻ ഇൻസൈഡ് ദ സ്ക്രോട്ടൽ സെൽ. ഈ സാക്കിൻ്റെ ഉള്ളിലായിട്ടാണ് ടെസ്റ്റിസ് ഉള്ളത്. ഇറ്റ് പ്രൊഡ്യൂസസ് സ്പേംസ് ആൻഡ് മെയിൽ ഹോർമോൺസ്. ഈ ടെസ്റ്റിസ് ആണ് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ മെയിൽ ഹോർമോൺസും പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ടെസ്റ്റിസിലാണ്. ഓക്കെ, സോ മെയിൽ ഗ്യാമേറ്റ്സ് ആണ് എന്ത്? സ്പേം എന്ന് പറയുന്നത്. സ്പേം മോട്ടയിലാണ്, അതായത് സ്പേംസിന് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ അത് മൈക്രോസ്കോപ്പിക് ആണ്, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അത്രയും ചെറുതുമാണ്. ദ സ്പേം ഹാസ് എ ഹെഡ്, മിഡിൽ പീസ് ആൻഡ് എ ടെയിൽ. സ്പേമിന് 3 ഭാഗങ്ങളാണുള്ളത്.
ഒരു ഹെഡ് ഉണ്ട്, അതേപോലെ ഒരു മിഡിൽ പീസ് ഉണ്ട്, അതേപോലെ ടെയിലുണ്ട്. ദേ മൂവ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടെയിൽ. ടെയിലിൻ്റെ സഹായത്തോടു കൂടിയാണ് സ്പേം മൂവ് ചെയ്യുന്നത്. മൈറ്റോകോൺട്രിയ പ്രസൻറ്റ് ഇൻ ദ മിഡിൽ പീസ് പ്രൊവൈഡ്സ് ദ എനർജി ഫോർ ദ മൂവ്മെൻറ്റ്. ഈ മിഡിൽ പീസിൽ എന്താണുള്ളത്? മൈറ്റോകോൺട്രിയ ആണുള്ളത്. മൂവ്മെൻറ്റിനുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് ഈ മിഡിൽ പീസിലുള്ള മൈറ്റോകോൺട്രിയ ആണ്. ന്യൂക്ലിയസ് ദാറ്റ് കണ്ടെയ്ൻസ് പെറ്റേണൽ ക്രോമസോംസ് ഈസ് സീൻ ഇൻ ദ ഹെഡ്. ഹെഡിൽ എന്തുണ്ട്? ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിൽ പെറ്റേണൽ ക്രോമസോംസ് കാണപ്പെടുന്നുണ്ട്. സോ ഇതാണ് ഒരു സ്പേമിൻ്റെ 3 ഭാഗങ്ങൾ. ഇനി മെയിൽസിൽ അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ പുറത്തായി സ്ക്രോട്ടൽ സാക്കിൻ്റെ ഉള്ളിൽ പെയർ ഓഫ് ടെസ്റ്റിസ് കാണപ്പെടുന്നുണ്ട്. ഈ പെയർ ഓഫ് ടെസ്റ്റിസ് ആണ് എന്ത് ഫോം ചെയ്യുന്നത്? സ്പേംസ് ഫോം ചെയ്യുന്നത്. സ്പേംസ് കൂടാതെ മെയിൽ സെക്സ് ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റെറോണും ടെസ്റ്റിസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്പേംസിൻ്റെ ഫോമേഷന് ബോഡി ടെമ്പറേച്ചറിനേക്കാളും കുറഞ്ഞ ടെമ്പറേച്ചർ മതി. ഈ കുറഞ്ഞ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത് സ്ക്രോട്ടൽ സാക്കാണ്. Sperms along with the secretion of the glands including prostrate gland reaches the penis and is secreted outside. അതായത് സ്പേംസും അതേപോലെ മറ്റ് സെക്രീഷൻസും പോസ്ട്രേറ്റ് ഗ്ലാൻഡിൻ്റെ സെക്രീഷൻസും എല്ലാം എവിടെ എത്തുന്നു? പെനിസിലെത്തുന്നു. അവിടുന്ന് അത് പുറത്തേക്ക് ഇജക്റ്റ് ആവുന്നു. ദിസ് പ്രോസസ് ഇസ് കോൾഡ് ഇൻസെമിനേഷൻ. ഇങ്ങനെ പുറത്തേക്ക് സ്പേംസിനെ തള്ളുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കാം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ 5 പാർട്സ് ആണുള്ളത്. ഓവറി, ഫെലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ ഒവിഡക്റ്റ്, യൂട്ടറസ്, എൻഡോമെട്രിയം ആൻഡ് വജൈന. ഓക്കെ, ആദ്യം നമുക്ക് ഓവറി എന്താണെന്ന് മനസ്സിലാക്കാം. യൂട്രസിൻ്റെ ഇരുഭാഗങ്ങളിലുമായിട്ട് ഓരോ ഓവറി കാണാനായിട്ട് സാധിക്കും. ഈ വെള്ള നിറത്തിൽ കാണിച്ചിട്ടുള്ളതാണ് ഓവറി. ഈ ഓവറിയാണ് ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ ഫീമെയിൽ ഹോർമോൺസും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓവറിയാണ്. ഇനി അടുത്തതാണ് ഫെലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ ഒവിഡക്റ്റ്. ഇറ്റ് ക്യാരീസ് ഓവം ടു ദ യൂട്രസ്. ഓവറിയിൽ നിന്നും ഓവത്തെ യൂട്രസിലേക്ക് എത്തിക്കുന്നത് ആരാണ്? ഫെലോപ്പിയൻ ട്യൂബാണ്. ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ ഫെലോപ്പിയൻ ട്യൂബ്. ഈ ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അതായത് സ്പേമും എഗ്ഗും തമ്മിൽ ഫെർട്ടിലൈസ് ചെയ്യുന്നത് ഫെലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ ഒവിഡക്റ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. ഇനി എന്താണ് യൂട്രസ്? ഫീറ്റസ് കംപ്ലീറ്റ്സ് ഇറ്റ്സ് ഗ്രോത്ത് ഇൻ യൂട്രസ്. യൂട്രസിൻ്റെ ഉള്ളിലാണ് ഒരു എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് ഫീറ്റസായി പിന്നീട് അത് ബേബി ആയിട്ട് പുറത്തേക്ക് വരുന്നത്. ഓക്കെ, നൗ എൻഡോമെട്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഇന്നർ ലെയർ ഓഫ് യൂട്രൈൻ വോൾ. ഈ തിക്കായിട്ട് കാണുന്ന യൂട്രസിൻ്റെ ഉള്ളിലുള്ള ഭിത്തിയാണ് എന്ത്? എൻഡോമെട്രിയം എന്ന് പറയുന്നത്. ഫീറ്റസ് ഗ്രോസ് ബൈ അഡ്ഹറിങ് ടു ദ എൻഡോമെട്രിയൽ വോൾ. ഫീറ്റസ് ഗ്രോ ചെയ്യുന്ന സമയത്ത് ഈ എൻഡോമെട്രിയൽ വോളിൽ പറ്റി പിടിച്ചിട്ടാണ് ഫീറ്റസ് വളരുന്നത്. ഓക്കെ, നൗ എന്താണ് വജൈന? ഇറ്റ് ഈസ് എ പാർട്ട് ത്രൂ വിച്ച് യൂട്രസ് ഓപ്പൺസ് ഔട്ട്. യൂട്രസ് പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്ന ഒരു ഭാഗമാണ് വജൈന എന്ന് പറയുന്നത്. സ്പേംസ് ആർ ഡെപ്പോസിറ്റഡ് ഹിയർ. നമ്മൾ നേരത്തെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിച്ച സമയത്ത് പെനിസ് സ്പേംസിനെ പുറത്തേക്ക് വജൈനയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ സ്പേംസ് ഡെപ്പോസിറ്റ് ആവുന്നത് എവിടെയാണ്? വജൈനയിലാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഓൾറെഡി സ്പേമിൻ്റെ പ്രത്യേകതകൾ പഠിച്ചു അല്ലേ? അതേപോലെ ഓവത്തിനും പ്രത്യേകതകളുണ്ട്. ഓവം ഇസ് എ ഫീമെയിൽ ഗ്യാമേറ്റ്. സ്പേമാണ് മെയിൽ ഗ്യാമേറ്റ്, എന്നാൽ ഫീമെയിൽ ഗ്യാമേറ്റ് ഓവമാണ്. ഇറ്റ് ഈസ് ലാർജർ ദാൻ സ്പേം. സ്പേം മൈക്രോസ്കോപ്പിക് ആയിരുന്നു, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല. എന്നാൽ ഓവം സ്പേമിനേക്കാളും വലുതാണ്. ഓവം ഇസ് നോൺ മോട്ടൈൽ. ഓവത്തിന് സ്വന്തമായിട്ട് മൂവ് ചെയ്യാനായിട്ട് കഴിയില്ല. സ്പെഷ്യലൈസ്ഡ് പ്രൊട്ടക്റ്റീവ് ലെയേഴ്സ് ആർ സീൻ ഔട്ട്സൈഡ് ദ സെൽ മെംബ്രെയിൻ ഓഫ് ദ ഓവം. ഓവത്തിൻ്റെ പുറത്തായിട്ട് സ്പെഷ്യലൈസ്ഡ് പ്രൊട്ടക്റ്റീവ് ലെയേഴ്സ് ഒക്കെ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ഓവത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? പെയർ ഓഫ് ഓവറീസ് ആണ് അല്ലേ? Pair of ovaries situated in the abdominal cavity produces ova and the female sex hormones called estrogen and progesterone. അതായത് ഓവറീസ് ഓവത്തെ മാത്രമല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഫീമെയിൽ സെക്സ് ഹോർമോൺസ് ആയിട്ടുള്ള ഈസ്ട്രോജനും പ്രൊജസ്റ്ററോണും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓവറി തന്നെയാണ്. ഓവുലേഷൻ ഇസ് എ പ്രോസസ് ഓഫ് റിലീസിങ് മെച്വർ ഓവം ഫ്രം ദ ഓവറി. ഓവറിയിൽ നിന്നും മെച്വർ ആയിട്ടുള്ള ഓവത്തെ പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്.
നോർമലി 1 ഓവം മെച്യൂർസ് പെർ മന്ത്. ഓരോ മാസത്തിലും ഒരു ഓവമാണ് മെച്യൂറായിട്ട് പുറത്തേക്ക് റിലീസ് ആവുന്നത്. ഇനി എപ്പോഴും ഫെർട്ടിലൈസേഷൻ സംഭവിക്കണമെന്നില്ല. അതായത് സ്പേം വജൈനയിലൂടെ യൂട്രസിലൂടെ ഫെലോപ്പിയൻ ട്യൂബിലെത്തുന്ന അതേ സമയത്ത് തന്നെ ഓവറിയിൽ നിന്നും ഓവം പുറത്തേക്ക് വന്ന് ഈ ഓവവുമായിട്ട് സ്പേം ഫെർട്ടിലൈസ് ചെയ്യുമ്പോഴാണ് ഫെർട്ടിലൈസേഷൻ സംഭവിക്കുന്നത്. സ്പേം അവിടെ എത്തിയിട്ടില്ല എന്നാണെങ്കിൽ ഫെർട്ടിലൈസേഷൻ സംഭവിക്കുന്നില്ല. ഓക്കെ, സോ ഇനി നമുക്ക് ആ 2 കണ്ടീഷൻസ് പഠിക്കാം. ആദ്യത്തെ കണ്ടീഷനാണ് ഈ ഫെർട്ടിലൈസേഷൻ ഫെയിൽ ടു ഒക്കർ, അതായത് ഫെർട്ടിലൈസേഷൻ സംഭവിച്ചില്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? Along with ovulation, the preparation for the growth of fetus takes place in the uterus every month. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ മാസവും ഓവുലേഷൻ സംഭവിക്കുന്നുണ്ട്. അതായത് ഓവറിയിൽ നിന്നും ഓവം റിലീസ് ആവുന്നു. ഇതേ സമയത്ത് തന്നെ ഫീറ്റസിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി മറ്റ് പ്രിപ്പറേഷൻസും യൂട്രസിൻ്റെ ഉള്ളിൽ സംഭവിക്കും. എൻഡോമെട്രിയം, ദ ഇന്നർ ലെയർ ഓഫ് യൂട്രസ്, തിക്കൻസ് ആൻഡ് മോർ ബ്ലഡ് കാപ്പിലറീസ് ആൻഡ് ഗ്ലാൻസ് ബിഗിൻ ടു ഡെവലപ്പ്. അതായത് ഫീറ്റസിനെ സ്വീകരിക്കാൻ യൂട്രസിൻ്റെ ഉള്ളിൽ കുറേ മാറ്റങ്ങളൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. യൂട്രസിൻ്റെ ഉള്ളിലുള്ള ഇന്നർ ലെയറാണ് എൻഡോമെട്രിയം. ഈ എൻഡോമെട്രിയത്തിൻ്റെ തിക്നെസ് കൂടുന്നു. അവിടെ കൂടുതൽ ബ്ലഡ് കാപ്പിലറീസ് ഫോം ചെയ്യുന്നു. അതേപോലെ പുതിയ ഗ്ലാൻസ് ഒക്കെ ഡെവലപ്പ് ആവുന്നു. ബട്ട് വെൻ ഫെർട്ടിലൈസേഷൻ ഡസ് നോട്ട് ടേക്ക് പ്ലേസ് ഓൾ ദീസ് പ്രിപ്പറേഷൻസ് ബിക്കം ഫ്യൂട്ടൈൽ. എന്നാൽ ഫെർട്ടിലൈസേഷൻ സംഭവിക്കാത്ത സമയത്ത് ഈ പ്രിപ്പറേഷൻസ് എല്ലാം വെറുതെ ആയി പോകുന്നു, അല്ലേ? ദ ന്യൂലി ഫോംഡ് ടിഷ്യൂസ് ഗെറ്റ് ഡിസ്ട്രോയിഡ് ആൻഡ് ദേ പീൽ ഓഫ് ഫ്രം ദ യൂട്രൈൻ വോൾ. അപ്പോൾ ഈ പുതിയതായി ഫോം ചെയ്ത ടിഷ്യൂസ് ഉണ്ടല്ലോ, എൻഡോമെട്രിയത്തിൻ്റെ തിക്നെസ് കൂടിയെന്ന് നമ്മൾ പറഞ്ഞു. അവിടെ കൂടുതൽ ബ്ലഡ് കാപ്പിലറീസ് ഒക്കെ വന്നു. ഇതൊക്കെ ഫെർട്ടിലൈസേഷൻ നടക്കാത്ത പക്ഷം വെറുതെ ആയി പോകുന്നു. സോ ഇങ്ങനെ പുതിയതായി ഫോം ചെയ്ത ടിഷ്യൂസ് എല്ലാം ഡിസ്ട്രോയ് ആയി യൂട്രൈൻ വോളിൽ നിന്നും കൊഴിഞ്ഞ് പുറത്തേക്ക് പോകുകയാണ് ചെയ്യുന്നത്. These tissues get eliminated through the vagina along with blood and mucus. ഈ ടിഷ്യൂസ് എല്ലാം വജൈനയിലൂടെ പുറത്തേക്ക് ബ്ലഡിൻ്റെയും മ്യൂക്കസിൻ്റെയും കൂടെ പുറത്തേക്ക് എലിമിനേറ്റ് ആകുന്നു. ദിസ് പ്രോസസ് ഇസ് കോൾഡ് മെൻസ്ട്രുറേഷൻ. ഈ ഒരു പ്രോസസ്സിനെയാണ് മെൻസ്ട്രുറേഷൻ എന്ന് പറയുന്നത്. ഇത് 3 മുതൽ 7 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, സോ ഇവിടെ ഇതിൻ്റെ ഒരു ആനിമേഷൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ മാസവും ഓവറിയിൽ നിന്നും ഒരു ഓവം പുറന്തള്ളപ്പെടുന്നു. ഈ സമയത്ത് സ്പേം ഫെലോപ്പിയൻ ട്യൂബിൽ എത്തിയില്ല എങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. സോ ഓവുലേഷൻ നടക്കുന്ന അതേ സമയത്ത് തന്നെ യൂട്രൈൻ വോളിൻ്റെ തിക്നെസ് കൂടുന്നു. അവിടെ പുതിയ ബ്ലഡ് കാപ്പിലറീസ് എല്ലാം ഫോം ചെയ്യുന്നു. ഫെർട്ടിലൈസേഷൻ നടക്കാത്ത പക്ഷം ഈ ബ്ലഡ് കാപ്പിലറീസ് കൊഴിഞ്ഞ് വെജൈനയിലൂടെ പുറത്തേക്ക് പോകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് മെൻസ്ട്രുറേഷൻ എന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. It is a natural biological process that takes place in girls as a part of their physical growth. ഗേൾസിൽ ഫിസിക്കൽ ഗ്രോത്തിൻ്റെ ഭാഗമായി സംഭവിക്കുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ബയോളജിക്കൽ പ്രോസസ്സാണ് മെൻസ്ട്രുറേഷൻ. It starts early or late in accordance with one's heredity, food habits, state of health or hormone variations. അതായത് ചില കുട്ടികളിൽ മെൻസ്ട്രുറേഷൻ വളരെ ചെറുപ്പത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. എന്നാൽ കുറച്ച് പേർക്ക് അത് ലേറ്റ് ആയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഹെറിഡിറ്റി, അതേപോലെ തന്നെ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്, പിന്നെ നമ്മുടെ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്, നമ്മളിലുള്ള ഹോർമോൺ വേരിയേഷൻസ്, ഇതൊക്കെയാണ് എപ്പോഴാണ് ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു ഗേളിൽ മെൻസ്ട്രുറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് തീരുമാനിക്കുന്നത്. Prior to menstruation, mild back pain, pain in lower abdomen, nausea, etc. may be experienced. അതായത് മെൻസ്ട്രുറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ചെറിയ രീതിയിലുള്ള ബാക്ക് പെയിൻ, അതേപോലെ ലോവർ അബ്ഡോമൻ അടിവയറിന് ചെറിയ പെയിൻ, അതേപോലെ നോസിയ അതായത് വൊമിറ്റ് ചെയ്യണം എന്ന ഒരു ടെൻഡൻസി, ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്. The duration of menstrual cycle may not be the same in every individual. എല്ലാവരിലും മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ സെയിം ആകണമെന്നില്ല. നോർമലി ഇതൊരു 28 ഡേയ്സ് സൈക്കിളാണ്. ചിലരിൽ അത് 30 അല്ലെങ്കിൽ 31 ഡേയ്സ് സൈക്കിളായിട്ടും മാറാറുണ്ട്. For the first 1 or 2 years, menstrual cycle may be irregular. അതായത് ഒരു കുട്ടിക്ക് ആദ്യമായി മെൻസ്ട്രുറേഷൻ ആരംഭിച്ച് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ 1-2 വർഷം മെൻസ്ട്രുവൽ സൈക്കിൾ ഇറഗുലർ ആയിരിക്കാം. അതായത് എല്ലാ മാസവും മെൻസ്ട്രുറേഷൻ സംഭവിക്കണമെന്നില്ല. ഇഫ് ദ ഇറഗുലാരിറ്റി കണ്ടിന്യൂസ്, മെഡിക്കൽ അസിസ്റ്റൻസ് ഷുഡ് ബി സോട്ട്. അതായത് 2 വർഷത്തിന് ശേഷവും മെൻസ്ട്രുവൽ ഇറഗുലാരിറ്റി ഉണ്ടെങ്കിൽ നമ്മളൊരു ഡോക്ടറുടെ ഹെൽപ്പ്
സീക്ക് ചെയ്യണം. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ടു മെയിൻറ്റെയിൻ മെൻസ്ട്രൽ ഹൈജീൻ. മെൻസ്ട്രൽ ഹൈജീൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരുപാട് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റോപ്സ് അറൗണ്ട് 45 to 50 ഇയേഴ്സ് ഓഫ് ഏജ്. ഇനി ഈ മെൻസ്ട്രേഷൻ ഒരു പെൺകുട്ടിയുടെ ജീവിതകാലം മുഴുവനുള്ളൊരു സംഭവമൊന്നുമല്ല. 45 മുതൽ 50 വയസ്സിൻ്റെ ഇടയിലായിട്ട് ഈ മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ ഫെർട്ടിലൈസേഷൻ സംഭവിക്കാത്ത സമയത്താണ് മെൻസ്ട്രുറേഷൻ ഉണ്ടാവുന്നത്. എന്നാൽ ഫെർട്ടിലൈസേഷൻ നടന്നുവെങ്കിൽ പിന്നീട് എന്താണ് സംഭവിക്കുക? ഓവുലേഷൻ്റെ ഭാഗമായി ഓവറിയിൽ നിന്നും ഓവം പുറത്തേക്ക് വരുന്നു. ഈ ഓവം ഫെലോപ്പിയൻ ട്യൂബിലെത്തുന്നു. അവിടെ വെച്ച് സ്പേമായിട്ട് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഒരുപാട് സ്പേംസ് ഒവിഡക്റ്റിൽ എത്തുന്നുണ്ട്. അതിൽ നിന്നും ഒരു സ്പേമായിട്ട് മാത്രമാണ് ഓവം ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്യുന്നത്. ഇവിടെ നോക്കിയാൽ അറിയാം, സൈഗോട്ട് സിംഗിൾ സെൽഡ് ആണ്. ഈ സൈഗോട്ടിന് സെൽ ഡിവിഷൻ സംഭവിച്ചാണ് മൾട്ടി സെല്ലുലാർ എംബ്രിയോ ഫോം ചെയ്യുന്നത്. Embryo develops by attaching itself to endometrium, the inner layer of uterus. അങ്ങനെ എംബ്രിയോ ഫോം ചെയ്ത് കഴിയുമ്പോൾ ഈ എംബ്രിയോനെ യൂട്രസിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അത് പിന്നീട് യൂട്രസിൻ്റെ ഇന്നർ വോളായിട്ടുള്ള എൻഡോമെട്രിയവുമായി ഒട്ടിപ്പിടിച്ചാണ് വളരുന്നത്. ഓക്കെ, ഇനി എന്താണ് പ്ലാസെൻറ്റ? ഇറ്റ് ഈസ് എ പാർട്ട് ബൈ വിച്ച് എംബ്രിയോ അറ്റാച്ചസ് ഇറ്റ്സെൽഫ് ടു ദ എൻഡോമെട്രിയം ആൻഡ് ഡെവലപ്സ്. അതായത് എംബ്രിയോ യൂട്രസിൻ്റെ ഇന്നർ ലൈനിങ് ആയ എൻഡോമെട്രിയത്തിലേക്ക് അറ്റാച്ച് ആയിട്ടുള്ള ആ ഭാഗത്തിനെയാണ് പ്ലാസെൻറ്റ എന്ന് പറയുന്നത്. പ്ലാസെൻറ്റ ഈസ് കമ്പോസ്ഡ് ഓഫ് ഫീറ്റൽ ടിഷ്യൂസ് ആൻഡ് യൂട്രൈൻ ടിഷ്യൂസ്. പ്ലാസെൻറ്റ നിർമ്മിച്ചിരിക്കുന്നത് ഫീറ്റൽ ടിഷ്യൂസും അതേപോലെ യൂട്രൈൻ ടിഷ്യൂസും ഉപയോഗിച്ചാണ്. ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് റീച്ച് ഫീറ്റസ് ത്രൂ ദ അംബലിക്കൽ കോർഡ് ഡെവലപ്ഡ് ഫ്രം പ്ലാസെൻറ്റ. ഈ കാണുന്നതാണ് പ്ലാസെൻറ്റ. അതിൻ്റെ ഒരു എൻലാർജ്ഡ് വ്യൂ ആണ് ഇവിടെ കാണുന്നത്. ഈ പ്ലാസെൻറ്റയിൽ നിന്നും ഡെവലപ്പ് ആയിരിക്കുന്ന ഒരു കോഡ് അല്ലെങ്കിൽ ഒരു പൈപ്പാണ് അംബലിക്കൽ കോഡ്. ഇതിലൂടെയാണ് ഓക്സിജനും ന്യൂട്രിയൻസും ഫീറ്റസ് അല്ലെങ്കിൽ കുഞ്ഞിലേക്ക് അമ്മയിൽ നിന്നും എത്തുന്നത്. വേസ്റ്റ് മെറ്റീരിയൽസ് ആർ ഓൾസോ എലിമിനേറ്റഡ് ത്രൂ ദ പ്ലാസെൻറ്റ. പ്ലാസെൻറ്റയിലൂടെ തന്നെയാണ് കുട്ടിയുടെ വേസ്റ്റ് മെറ്റീരിയൽസും എലിമിനേറ്റ് ആകുന്നത്. Placenta helps in the exchange of materials between mother and fetus without mixing their blood. അതായത് ഇങ്ങനെ ഫുഡും ന്യൂട്രിയൻസും അതേപോലെ വേസ്റ്റ് മെറ്റീരിയൽസും ഓക്സിജനും ഒക്കെ കുട്ടിയും അമ്മയും തമ്മിൽ എക്സ്ചേഞ്ച് ആവുന്ന സമയത്ത് ബ്ലഡ് മിക്സ് ചെയ്യാതെ നോക്കുന്നതും ആര് തന്നെയാണ്? പ്ലാസെൻറ്റ തന്നെയാണ്. The growth of the fetus completes within the amnion, the membranous covering formed from the embryonic cells during the initial stage of growth. അതായത് ഫീറ്റസിൻ്റെ ഗ്രോത്ത് കംപ്ലീറ്റ് ആവുന്നത് ആംനിയോണിലാണ്. ഈ ആംനിയോൺ എന്താണ്? ഇറ്റ് ഈസ് എ മെംബ്രേനിയസ് കവറിംഗ് ഫോംഡ് ഫ്രം ദ എംബ്രിയോണിക് സെൽസ് ഡ്യൂറിങ് ദ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ഗ്രോത്ത്. എംബ്രിയോയുടെ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ഗ്രോത്തിൽ ഈ എംബ്രിയോണിക് സെല്ലിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു മെംബ്രേനിയസ് കവറിംഗ് ആണ് എന്ത്? ആംനിയോൺ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാം, ഇങ്ങനെ ഒരു കവറിംഗ് ഉണ്ടായിട്ടുണ്ട്. ഈ കവറിംഗ് ആണ് ആംനിയോൺ. ഇതിൻ്റെ ഉള്ളിലാണ് ഫീറ്റസിൻ്റെ ഗ്രോത്ത് കംപ്ലീറ്റ് ആവുന്നത്. The amniotic fluid within this covering prevents dehydration of fetus and protects it from shock. അതായത് ഈ ആംനിയോൺ എന്ന് പറയുന്ന സാക്കിൻ്റെ ഉള്ളിലായിട്ടാണ് ഫീറ്റസ് ഡെവലപ്പ് ആവുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിരിക്കുകയാണ്. ആ ഫ്ലൂയിഡിനെയാണ് ആംനിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇത് ഫീറ്റസിന് ഡീഹൈഡ്രേഷൻ ഉണ്ടാവാതിരിക്കാനും അതേപോലെ തന്നെ എക്സ്റ്റേണൽ ഷോക്സിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സഹായിക്കുന്നു. ഇനി എന്താണ് പാർട്ടുറീഷൻ? The gestation period of human beings is about 270 to 280 days. മനുഷ്യരിൽ ഗർഭകാലം എന്ന് പറയുന്നത് 270 മുതൽ 280 ദിവസം വരെയാണ്. ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത് ആ ഒരു പ്രഗ്നൻസി പീരീഡിനെയാണ് അല്ലെങ്കിൽ ഗർഭകാലത്തെയാണ്. During this period, the fetus completes its growth through gradual changes and the fully grown baby comes out through the vagina. അതായത് ഈ ജസ്റ്റേഷൻ പീരീഡിൽ വളരെ സ്ലോ ആയിട്ടാണ് ഫീറ്റസിൻ്റെ ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നത്. ലാസ്റ്റ് ഫുള്ളി ഗ്രോൺ ആയിട്ടുള്ള ബേബി വജൈനയിലൂടെയാണ് പുറത്തേക്ക് വരുന്നത്. ഇങ്ങനെ വജൈനയിലൂടെ ഫുള്ളി ഗ്രോൺ ബേബി പുറത്തേക്ക് വരുന്ന ആ പ്രോസസ്സിനെയാണ് പാർട്ടുറീഷൻ എന്ന് പറയുന്നത്. The growth of fetus and the birth of the baby are complex process. അതായത് ഈ ഫീറ്റസിൻ്റെ ഡെവലപ്മെൻറ്റും അതേപോലെ ഒരു കുട്ടിയുടെ ജനനവും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്.
Only a woman with physical and mental maturity can accept these changes and give birth to healthy baby. അതായത് നല്ല ഫിസിക്കലും മെൻ്റലും മെച്യൂരിറ്റി ഉള്ള ഒരു വുമണിന് മാത്രമായിരിക്കും ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബിക്ക് ജന്മം നൽകാനായിട്ട് കഴിയുകയും അതേപോലെ ശരീരത്തിനുണ്ടാകുന്ന ഈ മാറ്റങ്ങളെ അംഗീകരിക്കാൻ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. സോ ഇപ്പം നമ്മൾ എന്താണ് എൻഡോമെട്രിയം, അതേപോലെ യൂട്രസ്, പ്ലാസെൻറ്റ, അംബിലിക്കൽ കോർഡ്, എംനിയോൺ എന്നിവയുടെ ഫങ്ഷൻസ് മനസ്സിലാക്കിയല്ലേ? സോ ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോളം ഫില്ല് ചെയ്യാമല്ലോ സ്വന്തമായിട്ട്. എങ്കിൽ നമുക്ക് എന്താണ് ഹോർമോൺസ് എന്ന് മനസ്സിലാക്കാം. നമ്മുടെ ശരീരത്തുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ് ഹോർമോൺസ്. നമ്മുടെ ലൈഫിലെ ഒരുപാട് പ്രോസസ്സസ് കൺട്രോളും കോർഡിനേറ്റും ചെയ്യുന്നത് ഈ ഹോർമോൺസ് തന്നെയാണ്. Therefore, any variation in the secretion of hormones affects the life process considerably. അതായത് ഈ ഹോർമോൺസിൻ്റെ സെക്രീഷനിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും വേരിയേഷൻസ് നമ്മുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഓക്കെ, ഇനി നമ്മൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ വളർച്ചാഘട്ടത്തിലെ ഡിഫറെൻറ്റ് സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റേജാണ് ഇൻഫാൻസി, രണ്ടാമത്തെ സ്റ്റേജാണ് ചൈൽഡ്ഹുഡ്, മൂന്നാമത്തെ സ്റ്റേജാണ് അഡോളസെൻസ്. നിങ്ങളിപ്പോൾ ഏത് സ്റ്റേജിലാണുള്ളത്? ഈ അഡോളസെൻസ് സ്റ്റേജിലാണ് അല്ലേ? ഇനി അടുത്തതാണ് അഡൾട്ട്ഹുഡ്, അതേപോലെ ലാസ്റ്റ് സ്റ്റേജാണ് ഓൾഡ് ഏജ്. സോ പ്രധാനമായിട്ടും 5 സ്റ്റേജസ് ആണുള്ളത്: ഇൻഫാൻസി, ചൈൽഡ്ഹുഡ്, അഡോളസെൻസ്, അഡൾട്ട്ഹുഡ് ആൻഡ് ഓൾഡ് ഏജ്. ഓക്കെ, സോ ഇനി നമുക്ക് അഡോളസെൻസ് സ്റ്റേജിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പഠിക്കാം. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ഫേസ് ഇൻ ലൈഫ്. അഡോളസെൻസ് ഇസ് എ പീരീഡ് ഓഫ് ബയോളജിക്കൽ സിഗ്നിഫിക്കൻസ്. ഒരുപാട് ബയോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു പീരീഡാണ് അഡോളസെൻസ് പീരീഡ് എന്ന് പറയുന്നത്. ദിസ് ഈസ് എ പീരീഡ് ഓഫ് റാപ്പിഡ് ചേഞ്ചസ് ഫ്രം ചൈൽഡ്ഹുഡ് ടു അഡൾട്ട്ഹുഡ്. അതായത് ചൈൽഡ്ഹുഡിൽ നിന്നും അഡൾട്ട്ഹുഡിലേക്കുള്ള ഒരു ട്രാൻസിഷൻ പീരീഡാണ് അഡോളസെൻസ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ദ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അഡോളസെൻസ് പീരീഡ് ഇസ് ഫ്രം 11 to 19 ഇയേഴ്സ്. 11 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടമാണ് അഡോളസെൻസ് പീരീഡ് എന്ന് പറയുന്നത്. ദിസ് ഈസ് എ പീരീഡ് ഫ്രം ഓൺസെറ്റ് ഓഫ് പ്യൂബർട്ടി ടു ദ കംപ്ലീഷൻ ഓഫ് ഫിസിക്കൽ ഗ്രോത്ത്. അതായത് 11 വയസ്സ് എന്ന് പറയുമ്പോൾ പ്യൂബർട്ടിയുടെ ആരംഭമാണ്. 19 വയസ്സ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഗ്രോത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ടാകും. സോ പ്യൂബർട്ടി മുതൽ ഫിസിക്കൽ ഗ്രോത്ത് കംപ്ലീറ്റ് ആകുന്നത് വരെയുള്ള ആ കാലഘട്ടത്തെയാണ് അഡോളസെൻസ് പീരീഡ് എന്ന് പറയുന്നത്. പ്യൂബർട്ടി റിലേറ്റ്സ് ടു ദ ഫിസിക്കൽ ചേഞ്ചസ് ദാറ്റ് ഒക്കർ ഇൻ ഇൻഡിവിജ്വൽസ്, ദെർബൈ മേക്കിംഗ് ദം കേപ്പബിൾ ഓഫ് റീപ്രൊഡക്ഷൻ. പ്യൂബർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ റീപ്രൊഡക്ഷന് കേപ്പബിൾ ആക്കാൻ വേണ്ടിയുള്ള ഫിസിക്കൽ ചേഞ്ചസ് സംഭവിക്കുന്ന ആ ഒരു സമയത്തെയാണ് പ്യൂബർട്ടി എന്ന് പറയുന്നത്. ഇൻ ഈച്ച് ഇൻഡിവിജ്വൽ അഡോളസെൻസ് ബിഗിൻസ് വിത്ത് ദ ഫിസിക്കൽ ചേഞ്ചസ്. എല്ലാ മനുഷ്യരിലും അഡോളസെൻസ് പീരീഡ് സ്റ്റാർട്ടാവുന്നത് ചില ഫിസിക്കൽ ചേഞ്ചസിൻ്റെ ആരംഭത്തോടു കൂടിയാണ്. Development of brain, rapid increase in height and weight, and increased efficiency of glands are the significant features of this period. അതായത് അഡോളസെൻസ് പീരീഡിൻ്റെ ഒരു പ്രത്യേകതയാണ് ബ്രെയിൻ ഡെവലപ്മെൻറ്റ്. അതേപോലെ റാപ്പിഡായിട്ട് ഹൈറ്റും വെയ്റ്റും ഒക്കെ ഇൻക്രീസ് ആകുന്നു, നമ്മുടെ ഗ്ലാൻസിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ആകുന്നു. ഇതെല്ലാം ഈ പീരീഡിൻ്റെ ഒരു പ്രത്യേകതയാണ്. ചേഞ്ചസ് റിലേറ്റഡ് ടു അഡോളസെൻസ് ആർ മോർ റാപ്പിഡ് ഇൻ ഗേൾസ് ദാൻ ഇൻ ബോയ്സ്. അതായത് അഡോളസെൻസ് പീരീഡിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഗേൾസിലാണ് ഏറ്റവും കൂടുതൽ പ്രകടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഗേൾസിലാണ് ഏറ്റവും കൂടുതൽ ചേഞ്ചസ് സംഭവിക്കുന്നത്. This is because the part of brain that control physical and mental changes develop rapidly in girls. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗേൾസിൽ ഫിസിക്കലും മെൻ്റൽ ചേഞ്ചസിനെയും കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനിൻ്റെ ഭാഗം പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. Along with rapid physical changes, intense mental and emotional changes make adolescence a significant period in one's life. അതായത് ഫിസിക്കലായിട്ടുള്ള ചേഞ്ചസ് മാത്രമല്ല അഡോളസെൻസ് പീരീഡിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിന് നേരിടേണ്ടി വരുന്നത്, ഇൻറ്റൻസ് മെൻ്റൽ ആൻഡ് ഇമോഷണൽ ചേഞ്ചസും ഈ സമയത്ത് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അഡോളസെൻസ് പീരീഡ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു പീരീഡായിട്ട് മാറുന്നത്. ഓക്കെ, ഇനി എന്താണ് അനീമിയ? നമ്മുടെ ബ്ലഡിൽ RBC അഥവാ റെഡ് ബ്ലഡ് കോർപ്പസൽസിൻ്റെ അളവ് കുറയുന്നത് മൂലമോ അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ ഡെഫിഷ്യൻസി മൂലമോ ആണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച ഉണ്ടാകുന്നത്. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് RBCയുടെ പിഗ്മെൻ്റ് ആണ്. ഇനി അനീമിക് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്ലഡിന് ഓക്സിജനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയും.
അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ക്ഷീണവും അതേപോലെ തളർച്ചയൊക്കെ ഫീൽ ചെയ്യും. ഇറ്റ് കോസസ് ലോസ് ഓഫ് മെമ്മറി ആൻഡ് കോൺസെൻട്രേഷൻ ആസ് അനീമിയ അഫക്ട്സ് ബ്രെയിൻ എഫിഷ്യൻസി. അനീമിക് ആയിരിക്കുന്ന സമയത്ത് അത് നമ്മുടെ ബ്രെയിൻ എഫിഷ്യൻസിയെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഓർമ്മക്കുറവ് അതേപോലെ കോൺസെൻട്രേഷൻ ഇല്ലായ്മ ഈ പ്രശ്നങ്ങളൊക്കെ നേരിടാം. ഡെഫിഷ്യൻസി ഓഫ് അയൺ ഇൻ ദ ബോഡി ഈസ് വൺ ഓഫ് ദ കോസസ് ഓഫ് അനീമിയ. അനീമിയക്കുള്ള ഒരു കാരണം നമ്മുടെ ശരീരത്ത് അയൺ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നതാണ്. ഇറ്റ് ക്യാൻ ബി റെമഡൈഡ് ബൈ ഇൻക്ലൂഡിങ് അയൺ റിച്ച് ഫുഡ് ഐറ്റംസ് ഇൻ ദ ഡയറ്റ്. അതുകൊണ്ട് നമ്മൾ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. ദോ അയൺ ടാബ്ലറ്റ്സ് മേ ബി യൂസ്ഡ് ആസ് എൻ ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ, ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു എൻഷുർ ദ അവൈലബിലിറ്റി ഓഫ് ന്യൂട്രിയൻസ് ത്രൂ റെഗുലറൈസേഷൻ ഓഫ് ഫുഡ് ഹാബിറ്റ്സ്. അതായത് അയൺ ടാബ്ലറ്റ്സ് ഇതിനൊരു സൊല്യൂഷനാണ്. എങ്കിലും നമ്മുടെ ഡയറ്റിലൂടെ നമ്മൾ അയൺ ഇൻടേക്ക് എടുക്കുന്നതാണ് ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ. അപ്പോൾ പഠിക്കുന്ന കുട്ടികളൊക്കെ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. നിങ്ങൾക്ക് പലപ്പോഴും ക്ഷീണവും അതേപോലെ തളർച്ചയൊക്കെ ഫീൽ ചെയ്യാം അല്ലേ? അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കുന്നില്ല, നല്ല രീതിയിൽ ക്ലാസ് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഉൾപ്പെടുത്തണം. ഓക്കെ, ഇനി നമ്മുടെ ഫുഡ് ഹാബിറ്റ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഡു നോട്ട് സ്കിപ്പ് ഇറ്റ് ഡ്യൂറിങ് ബിസി ഷെഡ്യൂൾ. അതായത് എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. ഹാവ് റൈറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് അറ്റ് ദ റൈറ്റ് ടൈം. അതായത് നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം ആവശ്യമുള്ള സമയത്ത് തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ചൂസ് എ ഡയറ്റ് ദാറ്റ് ഇൻക്ലൂഡ്സ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് പൾസസ്. അതായത് ധാരാളം ഫ്രൂട്ട്സും വെജിറ്റബിൾസും പൾസസും ഒക്കെ അടങ്ങുന്ന ഒരു ഡയറ്റ് വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. റെഡ്യൂസ് ഇൻടേക്ക് ഓഫ് ഫ്രൈഡ് ഫുഡ് ഐറ്റംസ്. ഫ്രൈഡ് ഫുഡ് ഐറ്റംസ് അതായത് വറുത്തതും പൊരിച്ചതും അതേപോലെ പാക്കറ്റ് ഫുഡ് ഇതെല്ലാം കഴിവതും അവോയ്ഡ് ചെയ്യണം. യൂസ് ഷുഗർ ആൻഡ് സോൾട്ട് ഇൻ ലിമിറ്റഡ് ക്വാണ്ടിറ്റീസ്. വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റീസിൽ മാത്രമേ ഷുഗറും സോൾട്ടും ഒക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഡു നോട്ട് ബി ഹാബിച്വേറ്റഡ് ടു ബോട്ടിൽഡ് ഡ്രിങ്ക്സ്, പാക്കറ്റ് ഫുഡ്സ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്സ്. അതായത് ബോട്ടിലിൽ വരുന്ന ഡ്രിങ്ക്സ്, ഫോർ എക്സാമ്പിൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് അതേപോലെ പാക്കറ്റ് ഫുഡ്സ്, ഫാസ്റ്റ് ഫുഡ്സ്, ഇതിനോടൊക്കെയുള്ള അഡിക്ഷൻ വരാതെ ശ്രദ്ധിക്കണം. ഓക്കെ, റിമെമ്പർ ദാറ്റ് ചോക്ലേറ്റ്, സ്വീറ്റ്സ് ആൻഡ് ഐസ്ക്രീംസ് ആർ നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത്. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള സ്വീറ്റ്സാണ് ഐസ്ക്രീമും അതേപോലെ സ്വീറ്റ്സ്, ചോക്ലേറ്റ്സ്, ഇതൊന്നും നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല. അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ മാത്രമേ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. Keep in mind that excessive likes and dislikes of food items will adversely affect health. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇഷ്ടമുള്ള ഭക്ഷണം മാത്രമേ കഴിക്കൂ എന്ന നിർബന്ധമൊന്നും നമ്മൾ വയ്ക്കാൻ പാടില്ല. ആവശ്യമുള്ള ഭക്ഷണം ആവശ്യമുള്ള സമയത്ത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഡെവലപ്പ് ദ ഹാബിറ്റ് ഓഫ് യൂസിങ് സീസണൽ ലീഫി വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് അവൈലബിൾ ഇൻ ദ ലൊക്കാലിറ്റി. അതായത് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് സീസണൽ ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതാണ്. നമുക്ക് ലീഫി വെജിറ്റബിൾസ് ഒക്കെ കിട്ടുന്ന സമയത്ത് അത് നല്ല രീതിയിൽ കഴിക്കണം. അതേപോലെ സീസണലായിട്ടുണ്ടാകുന്ന ഫ്രൂട്ട്സ് ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലും അതേപോലെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലത്തൊക്കെ സീസണലായിട്ടുണ്ടാകുന്ന ഫ്രൂട്ട്സ് അത് കിട്ടുന്ന സമയത്ത് നമ്മളത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. സോ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഫുഡ് ഹാബിറ്റുമായി ബന്ധപ്പെട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അടുത്ത ടോപ്പിക്കാണ് അഡോളസൻസ് ആൻഡ് ദ കൺസെപ്റ്റ് ഓഫ് ബ്യൂട്ടി. അഡോളസൻസ് ആർ വെരി കോൺഷ്യസ് അബൌട്ട് ദെയർ ബോഡി. അതായത് സൗന്ദര്യത്തെക്കുറിച്ചും അവരുടെ ശരീരത്തെക്കുറിച്ചും ഒക്കെ ഏറ്റവും കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പാണ് അഡോളസൻസ്. They mistake external appearances for personality. അതായത് പുറമേ കാണുന്ന സൗന്ദര്യമാണ് വലുത് എന്ന രീതിയിലാണ് അഡോളസെന്റ് പീരീഡിലുള്ള കുട്ടികൾക്ക് പൊതുവെ ഉണ്ടാവുന്ന ഒരു ധാരണ. ദിസ് മേക്സ് ദം യൂസ് സിന്തറ്റിക് കോസ്മെറ്റിക്സ്. അതുകൊണ്ട് പുറമേ നല്ല ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരുപാട് സിന്തറ്റിക് കോസ്മെറ്റിക്സ്, അതേപോലെ ചേഞ്ച് ദെയർ ഫുഡ് ഹാബിറ്റ്സ് ആൻഡ് ഫോളോ അൺസയൻറ്റിഫിക് എക്സസൈസസ്. ഫുഡ് ഹാബിറ്റ്സ് മാറ്റുക, അൺസയൻറ്റിഫിക് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തുന്നത് ഈ അഡോളസൻസ് പീരീഡിലുള്ള കുട്ടികളാണ്. ഇറ്റ് മേ കോസ് സിവിയർ ഹെൽത്ത് പ്രോബ്ലംസ്. ഇതവർക്ക് നല്ല കാര്യങ്ങളൊന്നും കൊടുക്കില്ല, പക്ഷേ എന്താണ് പിന്നീട് അത് സിവിയർ ഹെൽത്ത് പ്രോബ്ലംസിലേക്ക് എത്തിക്കുന്നു. ദ ഈറ്റിംഗ് ഡിസോർഡർ നോൺ ആസ് അനോറെക്സിയ ഈസ് എൻ എക്സാമ്പിൾ. റെഗുലർ സ്കിപ്പിംഗ് ഓഫ് ഫുഡ് വിത്ത് ആൻ ഇൻറ്റൻഷൻ ടു മേക്ക് ദ ബോഡി സ്ലിം മേ കോസ് ആൻ അവേർഷൻ ടു ഫുഡ് വിച്ച് ഇസ് കോൾഡ് അനോറെക്സിയ. അനോറെക്സിയ എന്ന് പറഞ്ഞാൽ നമ്മൾ റെഗുലറായിട്ട് വണ്ണം കുറയുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഫുഡ് കഴിക്കാതിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ കുറേ കഴിയുമ്പോൾ നമുക്ക് ഫുഡിനോട് യാതൊരു ഇൻട്രസ്റ്റും ഇല്ലാതെയാവും, അല്ലെങ്കിൽ നമുക്ക് ഫുഡ് ഒട്ടും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും. അതിനെയാണ് അനോറെക്സിയ എന്ന് പറയുന്നത്. സോ നിങ്ങളും അഡോളസെന്റ് പീരീഡിലൂടെ കടന്നു പോകുന്ന കുട്ടികളാണ്. ആസ് എ ഫ്രണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ബാഹ്യമായ സൗന്ദര്യത്തിലല്ല, വ്യക്തികളുടെ പേഴ്സണാലിറ്റിയിലാണ് കാര്യം.
സോ നാച്ചുറലായിട്ടുള്ള ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് നമ്മുടെ ഹെൽത്തിനും നല്ലതാണ്. അതേപോലെ മെലിയാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക, ഇങ്ങനത്തെ പരിപാടികളൊന്നും ആരും ചെയ്യാതിരിക്കുക. നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം ആവശ്യമുള്ള ഇടവേളകളിൽ കഴിക്കുകയാണെങ്കിൽ ആരും ഒരുപാട് വണ്ണമൊന്നും വെക്കില്ല. പിന്നെ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ട്രീറ്റ് ചെയ്യുക തന്നെ ചെയ്യുക. അല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് ഒന്നും ട്രീറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. ഓക്കെ, ഇനി അഡിക്റ്റീവ് ഹാബിറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. പൊതുവായിട്ട് നമ്മൾ കണ്ടുവരുന്ന അഡിക്റ്റീവ് ഹാബിറ്റ്സ് ആണ് സ്മോക്കിംഗ്, അതേപോലെ ആൽക്കഹോൾ കൺസംഷൻ, അതേപോലെ യൂസ് ഓഫ് ഡ്രഗ്സ് എന്നിവ. ഇതെല്ലാം ബാഡ് ഹാബിറ്റ്സ് ആണ്. ഇതിനോട് നമ്മൾ അഡിക്റ്റ് ആവാനും സാധ്യതയുണ്ട്. ആദ്യമൊക്കെ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇൻഫ്ലുവൻസിലൊക്കെ ആയിരിക്കും ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നത്. പിന്നീട് നമ്മൾ വിചാരിച്ചാൽ പോലും ഇതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥയിലേക്കും പോകാം. എക്സ്ട്രീം റാഷ്നസ് ആൻഡ് മിസ്യൂസ് ഓഫ് മൊബൈൽ ഫോൺസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ആർ ഡേഞ്ചറസ് ബാഡ് ഹാബിറ്റ്സ്. ഈ 3 ഹാബിറ്റ്സും മാത്രമല്ല, നമ്മൾ എന്താ പറയുക, എപ്പോഴും മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുക, അതിൽ നിന്നും മാറിയിരിക്കാൻ പറ്റാത്തൊരവസ്ഥ, ഇതെല്ലാം ഡേഞ്ചറസ് ആയിട്ടുള്ള ബാഡ് ഹാബിറ്റ്സ് തന്നെയാണ്. ഓക്കെ, ഇനി ടൊബാക്കോ, ഇറ്റ് കണ്ടെയ്ൻസ് മോർ ദാൻ 7,000 കെമിക്കൽസ് സച്ച് ആസ് നിക്കോട്ടിൻ, ബെൻസീൻ എക്സെട്ര. അതായത് ഏകദേശം 7,000-ഓളം കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഒരു വിഷവസ്തു തന്നെയാണ് ടൊബാക്കോ എന്ന് പറയുന്നത്. അതിൽ ചിലതാണ് നിക്കോട്ടിൻ, ബെൻസീൻ എന്നിവ. About 70 of these chemicals are carcinogens, അതായത് ക്യാൻസർ കോസിംഗ് കെമിക്കൽസും ടൊബാക്കോയിൽ അടങ്ങിയിട്ടുണ്ട്. സ്മോക്കിംഗ് റെഡ്യൂസസ് ദ ഡയമീറ്റർ ഓഫ് ബ്ലഡ് കാപ്പിലറീസ് ആൻഡ് പ്രിവെൻറ്റ്സ് ദ ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ഇൻ ടു ദ ടിഷ്യൂസ്. സ്മോക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് കാപ്പിലറീസിൻ്റെ ഡയമീറ്റർ കുറഞ്ഞിട്ട് ഓക്സിജൻ ടിഷ്യൂസിലേക്ക് പോകുന്നതിൻ്റെ അളവ് കുറയും. സ്മോക്കിംഗ് ആൻഡ് ദ യൂസ് ഓഫ് ടൊബാക്കോ പ്രോഡക്ട്സ് ആർ ദ മെയിൻ കോസസ് ഓഫ് ക്യാൻസർ ഇൻ ദ മൗത്ത്, ലങ്സ്, ത്രോട്ട്, ഈസോഫാഗസ് എക്സെട്ര. അതായത് നമുക്ക് സ്മോക്കിംഗ് ഓഫ് ടൊബാക്കോ പ്രോഡക്ട്സ് മൂലമാണ് മൗത്തിലും അതേപോലെ ലങ്സിൽ, ത്രോട്ടിൽ, ഈസോഫാഗസ് അഥവാ നമ്മുടെ ഫുഡ് പൈപ്പ്, ഇവിടെയൊക്കെ ക്യാൻസർ വരുന്നത് ഇങ്ങനെ ടൊബാക്കോ പ്രോഡക്ട്സിൻ്റെ അമിതമായ സ്മോക്കിംഗ് കൊണ്ടാണ്. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ റീപ്രൊഡക്ഷനെ കുറിച്ചാണ് പഠിച്ചത്. പ്ലാന്റ്സിലും അതേപോലെ ഹ്യൂമൻ ബീയിങ്സിലും ഒക്കെ എങ്ങനെയാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്, അതേപോലെ അഡോളസൻസ് പീരീഡിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് എങ്ങനെയൊക്കെ ആയിരിക്കണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. സോ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫ്രണ്ട്സ്.